ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗീതാ ഗോവിന്ദത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗീതുവിനെയും അതുപോലെ തന്നെ നമ്മുടെ വിജയലക്ഷ്മി മാമിനെയാണ് കാണുന്നത്. അപ്പോൾ ഗീതു ഇങ്ങനെ പറയണം, മാം ആരാണ്, എന്താണ്, എവിടെ നിന്ന് വന്നു, അങ്ങനെയുള്ള അന്വേഷണങ്ങളൊക്കെ ഞാൻ നിർത്തി. അയ്യോടാ, എന്തു പറ്റി? അതെ, ചെന്നെത്തുന്ന വഴികളെല്ലാം ബ്ലോക്കാം. വെറുതെ സസ്പെൻസ് ഇടാതെ എന്നോടുള്ള കാര്യം അങ്ങ് തുറന്ന് പറഞ്ഞാൽ പോരെ? എന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അപ്പോൾ ഒറ്റ വാചകത്തിൽ ഞാൻ ആരാണ് എന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ എനിക്ക് പറ്റും ഗീതു. പക്ഷേ അത് വേണ്ട, അത് പോരാ. എന്താന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നീയായിട്ട് കണ്ടുപിടിക്കണം. എങ്കിലേ എല്ലാം നിനക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ വന്ന എന്താ പറയുക, സൗഭാഗ്യവും നഷ്ടവും ദുരന്തവും ഒക്കെ നിനക്ക് കാണാൻ പറ്റൂ ഗീതു. അതുകൊണ്ട് മാത്രം ഞാൻ പറയാത്തത് എന്ന് പറഞ്ഞു. അതാണ് ഞാൻ നിനക്ക് തരുന്ന ടാസ്ക്. മനസ്സിലായോ നിനക്ക്? എന്നാൽ നീ പോയിക്കോ, നാളെ കാണാം എന്ന് പറഞ്ഞു. അപ്പോൾ ഗീതു പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ പോകാൻ തുടങ്ങിയപ്പോൾ 8 മണിക്ക് ഞാൻ ലൊക്കേഷൻ അയച്ചു തരാമേ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഗീതു അങ്ങ് പോയി. പിന്നെ കാണുന്നത് നമ്മുടെ ഗോവിന്ദിനെയാണ്. അപ്പോൾ ഗോവിന്ദ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഗീതു അങ്ങോട്ടേക്ക് കയറി വന്നു. സാർ, കിഷോറിൻ്റെ മുൻപിൽ എന്താ പറയുക, സാർ എന്നെ ഒരു മഹാറാണിയാക്കി. സാറിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് അവനെ ഒരു പുഴുവിനെ പോലെ വലിച്ചു കീറാൻ പറ്റിയത്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല സാർ. ആഹാ, കണ്ണേട്ടം മാറി ഇപ്പം വീണ്ടും സാറായോ? അതെന്താ ഗീതു എന്ന് ചോദിച്ചു. അപ്പോൾ രാധികാമ്മ എല്ലാം വന്ന് നിന്ന് ഒളിഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ കേൾക്കുന്നുണ്ട്. നന്ദിയൊന്നും പറയണ്ട, നിൻ്റെ നാടകം എന്താണേലും തുടരട്ടെ എന്ന് പറഞ്ഞു. ഓ, ഒരു കാര്യം മനസ്സിലായി. ഇതായിരിക്കും നമുക്കിനി അടുത്ത നാടകം. എന്നെന്നും കണ്ണേട്ടൻ്റെ എന്ന സംഘനൃത്ത ബാലയ്ക്ക് ശേഷം നമ്മുടെ ഗീതാഞ്ജലി തിയേറ്റേഴ്സ് അഭിമാനപൂർവ്വം കാഴ്ചവെക്കുന്നു സാറിനോട് നന്ദി എന്ന് പറയുന്ന പുതിയ നാടകം. അതാണോ ഗീതു എന്ന് ചോദിച്ചു ഗോവിന്ദ്. അപ്പോൾ ഗീതുവിന് ആകെ ഇതായിപ്പോയി കേട്ടോ. അപ്പോൾ ഗീതു മിണ്ടാതിരുന്നു. അതെ സാർ എന്തു പറഞ്ഞാലും കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. എന്നാലും എന്നോടുള്ള ആ പഴയ സൗഹൃദം സാറിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ കിഷോറിനെ തകർക്കാൻ സാർ എന്താണെങ്കിലും എനിക്ക് പിന്തുണ തന്നത്. അവിടെ നിനക്ക് തെറ്റിക്കിതു എന്ന് പറഞ്ഞു. ചതി ആര് ചെയ്താലും പൊറുക്കാത്തവനാ ഈ ഗോവിന്ദ് മാധവ്. കിഷോറിനെ തകർക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഒരു ടൂളാക്കുന്നത് അവനോടുള്ള എനിക്ക് എൻ്റെ കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ആ കലിപ്പ് വന്നത് എന്നോടുള്ള ആ സൗഹൃദത്തിൽ നിന്നല്ലേ? അല്ല, ഒരിക്കലുമല്ല. നിന്നെ തലയിൽ കെട്ടിവെച്ചതിനാണ് എന്നോട് മൊത്തം കലിപ്പ് വന്നിരിക്കുന്നത്, അല്ലാതെ വേറൊന്നിനും അല്ല എന്ന് പറഞ്ഞു. അവൻ ചെയ്തതുപോലെ എനിക്ക് വേറൊരുത്തയുടെ കഴുത്തിൽ താലി കെട്ടി എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. കോടതി കയറി ഇറങ്ങണ്ടേ? സാർ ഇതൊക്കെ വെറുതെ ജയിക്കാൻ വേണ്ടി പറയുന്നതെന്ന് എനിക്കറിയാം. നമ്മൾ നല്ല സുഹൃത്തുക്കൾ തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു ഗീതു. എൻ്റെ ക്യാബിനിൽ വെച്ച് ഞാൻ കിഷോറിനോട് എന്തൊക്കെ ചെയ്തു എന്ന് സാറിന് അറിയണ്ടേ? വേണ്ട, എനിക്കറിയണ്ട. പക്ഷെ എനിക്ക് പറയണം. വേണ്ട എന്ന് പറഞ്ഞില്ലേ? അതെ, സത്യം പറ. സാറിൻ്റെ ടൂളായ ഞാൻ കിഷോറിനെ എങ്ങനെ തകർത്തു എന്നറിയാൻ സാറിന് ആഗ്രഹമില്ലേ? അവിടെ നടന്നതൊക്കെ ഞാൻ CCTVയിലൂടെ കണ്ടു എന്ന് പറഞ്ഞു. വീണ്ടും പൊട്ടിത്തെറിച്ചു ഗീതു. ഓഹോ, അപ്പം ഞാൻ കിഷോറിനെ സഹായിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ അവർണികയും കൂട്ടി എന്നെ ക്യാബിനിലേക്ക് വിട്ടതല്ലേ? അനാവശ്യം പറയരുത്. നിങ്ങൾ എൻ്റെ പേരിൽ സ്പൈ വർക്ക് ചെയ്തതാണ് അനാവശ്യം. ഞാൻ സ്പൈ വർക്ക് ചെയ്തെങ്കിൽ നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാ. എൻ്റെ കയ്യിലിരിപ്പിൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു. നിൻ്റെ കയ്യിലിരിപ്പിൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. എങ്കിൽ പറ, ഞാൻ കാട്ടിയ ഒരു കുഴപ്പമെങ്കിലും പറ എന്ന് പറഞ്ഞു. ഇവർ വീണ്ടും വഴക്കടിച്ച് തുടങ്ങി. ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞ് രാധികാമ്മ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് രാധികാമ്മയ്ക്ക് എടുത്തി പോലെ അടുത്ത ഇത് വരുന്നത്. ഒരു കുഴപ്പമെങ്കിലും പറ എന്ന് പറഞ്ഞു. അതെ, നീ ഒരു കുഴപ്പം പറഞ്ഞാൽ പോരെ? രഘുറാമിൻ്റെ മരുമകൻ കിഷോറാണെന്ന് നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിച്ചു. അപ്പം രാധികാമ്മ ഞെട്ടിത്തെറിച്ചു. അതുകൊണ്ടാണ് നിന്നെ എനിക്ക് സംശയം തോന്നിയത്. എൻ്റെ പൊന്നോ, നിൽക്ക്. ഞാൻ പറയാൻ വന്നപ്പോഴൊന്നും സംഭവിച്ചില്ലല്ലോ. എന്നെ ആട്ടി അകറ്റി. വൈകിയാണെങ്കിലും ഞാൻ പറഞ്ഞു തന്നെയല്ലേ നിങ്ങൾ അറിഞ്ഞത് എന്ന് ചോദിച്ചു. അയ്യോ, സംഗതി കുഴപ്പമാവും. അവളുടെ മൊബൈൽ കാണിച്ചാൽ ആ മെസ്സേജ് അയച്ചത് അവളാണെന്നും ഡിലീറ്റ് ചെയ്തെന്നും അതൊക്കെ മനസ്സിലാവും. അത് സ്വാഭാവികമായിട്ട് ഡിലീറ്റ് ചെയ്തത് ഞാനാണെന്ന് അവർക്ക് മനസ്സിലാവും. നീ എന്താ പറയണത്? അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ലെന്നോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേനും രാധികാമ്മ അവിടെ കയറി ഇടപെട്ടു. എന്തിനാ കുട്ടികളെ ഇവിടെ കിടന്ന് നിങ്ങൾ ഇങ്ങനെ വഴക്കിടുന്നത്?
എന്നുള്ള ഈ ബഹളം ഒഴിവാക്കാനും മനസ്സമാധാനം കിട്ടാനും ആ ഗീതു ഇവിടുന്ന് താമസം മാറണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. എൻ്റെ പൊന്നോ, കോടതി ഒരു തീരുമാനം എടുക്കുന്നത് വരെ നിങ്ങൾ എന്തിനാ ഈ കുടുംബത്തിൻ്റെ സൗകര്യം കെടുത്തുന്നത്? എൻ്റെ മുറിയിൽ വന്ന് വഴക്കിട്ടത് ഇവളാമേ എന്ന് പറഞ്ഞു. നിങ്ങളുടെ രണ്ടുപേരും നന്മയ്ക്ക് വേണ്ടിയാണ് പറയണത്. ദയവ് ചെയ്ത് ഗീതു ഇവിടുന്ന് താമസം മാറ്റണം. ഇത് അമ്മയുടെ ഒരു അപേക്ഷയാ എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ നമ്മുടെ കൈ കൂപ്പി നിൽക്കുകയാണ് രാധികാമ്മ. അയ്യോ അമ്മ എന്നെ നോക്കി കൈ കൂപ്പരുത്, അയ്യോ എന്നോട് അങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് സ്വസ്ഥത വേണം എന്ന് എനിക്കറിയാം. അതെന്താണെന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ ഒരമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മനസ്സമാധാനമാണ്. അതും എനിക്കറിയാം. ഞാൻ അതിന് ഒരു തടസ്സമാണെന്ന് എനിക്ക് ബോധ്യമായി അമ്മേ. അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഗോവിന്ദ്. ഞാൻ കാരണം ഇനി അമ്മയുടെ ഉറക്കം പോലെ നഷ്ടപ്പെട്ടു അല്ലേ അമ്മേ? ആ അങ്ങനെ സംഭവിച്ചു. കഷ്ടമായിപ്പോയി. ഇനി ഞാനും അമ്മയും ഒരുമിച്ച് കിടന്നാൽ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിച്ചാൽ ശരിയാവില്ല അമ്മേ എന്ന് പറഞ്ഞു. അതിനൊരു കാര്യം ചെയ്യാം നമുക്ക്. കണ്ണേട്ടൻ്റെ അഭിപ്രായവും അത് തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കണ്ണനിങ്ങനെ നോക്കിയിട്ട് ഇവള് കണ്ണേട്ടാന്ന് വിളിച്ചു തുടങ്ങിയാൽ എന്തോ പണി വരുന്നുണ്ടെന്ന് ഉറപ്പാ. എന്തായിരിക്കും അത് എന്നോർത്തിങ്ങനെ ഗോവിന്ദ് നോക്കി നിൽക്കുക. കണ്ണേട്ടനൊന്നും മിണ്ടിയില്ല. അപ്പം അത് തന്നെയായിരിക്കും. അപ്പം പിന്നെ ഒരു കാര്യം ചെയ്യാം. അതിനർത്ഥം താമസം മാറ്റുന്നത് കണ്ണേട്ടനും ഇഷ്ടമാണെന്നല്ലേ? എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. അമ്മ ഒട്ടനെ തന്നെ അമ്മ താമസം മാറ്റിക്കോ അമ്മേ എന്ന് പറഞ്ഞു. അപ്പോൾ ഗോവിന്ദന് കാര്യം മനസ്സിലായി. ഗോവിന്ദ് ഒരു ചിരി കേട്ടോ. അപ്പോൾ ഇതൊരു പണിയാണ് വരുന്നതെന്ന് ഗോവിന്ദന് നേരത്തെ മനസ്സിലായിരുന്നു. അതുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ശ്രദ്ധയോടെ നിൽക്കുകയാണ് ഗീതു എന്താ പറയാൻ പോണത് എന്നറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അപ്പോൾ രാധികാമ്മ ഞെട്ടി. കണ്ണേട്ടാ, നമ്മുടെ ചെമ്പോത്ത് മുക്കിൽ നമ്മൾ വാങ്ങിയ ആ സ്ഥലത്തെ പൊളിക്കാനിട്ടിരിക്കുന്ന ഒരു വീടില്ലേ, ആ വീട്ടിലെ അമ്മ ആ വീട്ടിലേക്ക് മാറിക്കോട്ടെ കണ്ണേട്ടാ. നല്ല പ്രശാന്ത സുന്ദരമായ വീടാ. പാമ്പുകൾ മാത്രം പേടിച്ചാൽ മതി. ആഹാ, നീ എന്നെ കാട്ടുമുക്കിലേക്ക് മാറ്റുമെന്ന് നീ വിചാരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ആശ്രമത്തിലേക്ക് മാറ്റിയാലോ? നാമം ജപിച്ചിരിക്കുമ്പോൾ മനസ്സിന് കൂടുതൽ സമാധാനം കിട്ടും. എന്ത് പറയുന്നു അല്ലേ എന്ന് ചോദിച്ചു. കണ്ണാ, ഇവള് പറയുന്നതൊക്കെ കേട്ട് നീ കണ്ണടച്ച് നിൽക്കുകയാണോ എന്ന് ചോദിച്ചു. അതെ, കണ്ണേട്ടൻ്റെ അടുത്തിടയിലുള്ള അമ്മേട്ടന് എന്താ പറയുക, നമ്മുടെ കണ്ണേട്ടൻ പറയാൻ പോണത് എന്താണെന്ന് ഞാൻ പറയട്ടെ. അമ്മയുടെ കൂടെ ആശ്രമത്തിലേക്ക് കണ്ണേട്ടനും പോകുന്നല്ലേ? അത് കേൾക്കാൻ എനിക്ക് ത്രാണിയില്ല കണ്ണേട്ടാ. അതുകൊണ്ടേ ഞാൻ പോയിട്ടേ ഭാര്യധർമ്മം അനുഷ്ഠിക്കാൻ പിന്നെ വരാട്ടോ എന്ന് പറഞ്ഞ ഗീതു പതുക്കെ അവിടുന്ന് സ്കൂട്ടായി. 1.5 പണി നമ്മുടെ രാധിക അമ്മയ്ക്കും കൊടുത്തു. അല്ല, നീ അവൾ പറയുന്നതൊക്കെ കേട്ടിട്ട് നീ അത് ആസ്വദിച്ച് നിൽക്കുകയാണോ? അയ്യോ അല്ലമ്മേ, വേണ്ടാന്ന് തീരുമാനിച്ചതല്ലേ. എന്താണെങ്കിലും ആ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു ഗോവിന്ദ്. അപ്പം നേരെ ഗീതു റൂമിലേക്ക് വന്നപ്പോഴത്തേനും ഗോവിന്ദനോട് വഴക്കിട്ടത് ഒട്ടും ശരിയായില്ല എന്നൊരു തോന്നൽ. അപ്പോൾ ഗോവിന്ദേട്ടനോട് അപ്പം നേരെ ചെന്ന് കണ്ണാടിയുടെ മുന്നിലേക്ക് നിൽക്കുകയാണ്. എന്നിട്ട് സ്വന്തം മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആ ഒരു തോന്നലുണ്ടല്ലോ, ആ തോന്നലിനോട് തന്നെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ ഗീതു. അപ്പം ഗീതു ഇങ്ങനെ നോക്കി നിന്നു കുറേ നേരം. എന്നിട്ട് എന്താണെങ്കിലും വേണ്ടായിരുന്നു, വെറുതെ കണ്ണേട്ടനോട് വഴക്കിടണ്ടായിരുന്നു അല്ലേ? ആഹാ, എന്ന് മുതലാ നീ ഇങ്ങനെ ഹൃദയത്തെ തൊട്ട് കണ്ണേട്ടാന്ന് വിളിക്കാൻ തുടങ്ങിയത്? അപ്പം സ്വന്തം ഇങ്ങനെ സംസാരിക്കുക. എൻ്റെ പൊന്നോ, ഇനിയിപ്പോൾ അതിനുള്ളിലെ കൊണസ്റ്റ് കണ്ടുപിടിച്ച് ഇങ്ങനെ ചെകഞ്ഞ് ചോദിക്കണ്ട. കണ്ണേട്ടൻ എന്ന് വിളിക്കാനായിട്ട് ഒരു സുഖമില്ലേ? എന്താ ഓമനിക്കാൻ തോന്നുന്ന ഒരു പേര്? ഓ, മനസ്സിലായി. അപ്പോൾ ഓമനിക്കാനുള്ള ഭാവമാണോ? അതാണോ ഇത് ഉദ്ദേശിച്ചത്? അല്ല, ഇതൊക്കെ എവിടെ ഒതുക്കി വച്ചിരിക്കുകയായിരുന്നു? ചോദിച്ചു കേട്ടില്ലേ? അല്ല, ഇതാ നിൻ്റെ കുഴപ്പം. ഞാൻ നാവ് പിഴച്ച് എന്തെങ്കിലും ഒന്ന് പിഴഞ്ഞു പോയാൽ പിന്നെ അതിൽ കയറി അങ്ങ് പിടിച്ചോണം. അല്ല, പേര് പോലെ ആലയും മനസ്സിൽ പിടിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ടാ ചോദിച്ചത്. അല്ല, അതൊന്നുമില്ല. പക്ഷേ പിന്നെ എന്താ ഗീതു നിനക്ക് പറ്റിയത്? അതെൻ്റെ കണ്ണി നോക്കി നീയൊന്ന് പറഞ്ഞേ. അപ്പോൾ കണ്ണാടിയുടെ മുന്നേ നോക്കിയിട്ട് ഗീതു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുക കേട്ടോ. അപ്പോൾ അപ്പുറത്ത് താൻ തന്നെയാണ്, അപ്പോൾ തൻ്റെ പ്രതിബിംബമാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ തന്നോടാണ് സംസാരിക്കുന്നത് എന്നുള്ള മട്ടിലാണ് നിന്ന് സംസാരിക്കുന്നത്. മനസ്സിലായി മോളെ, ദേ ചുമ്മാ അനാവശ്യമായ കാര്യങ്ങളൊന്നും ചിന്തിക്കരുതേ എന്ന് പറഞ്ഞു. അതെ, എന്നെ ചതിച്ച് എൻ്റെ മറ്റൊരുത്തിക്ക് പിന്നാലെ പോയ എൻ്റെ കാമുകനായിട്ട് ഒരു ഉഗ്രൻ പണി കൊടുക്കാനേ എൻ്റെ കോടികൾ മുടക്കി ഒരു സ്ഥാപനം വിലക്കെടുത്തിരിക്കുന്ന ആളാ എൻ്റെ കണ്ണേട്ടൻ. നിൻ്റെ കണ്ണേട്ടനോ എന്ന് ചോദിച്ചു. അതെ, ഇടയ്ക്ക് കയറാതെ പറയുന്നത് കേക്ക്. ശരി, നീ പറ. അങ്ങനെ ഞാൻ പോലും അറിയാതെ ആ വഞ്ചകനെ എൻ്റെ കാൽ കീഴിൽ എത്തിച്ച മനുഷ്യനെ
കണ്ണേട്ടാന്ന് വിളിക്കുന്നതിൽ എന്താ ഒരു തെറ്റ് പറയ. എൻ്റെ പ്രതികാരം മുഴുവൻ ഞാൻ അവനോട് തീർത്തിരിക്കും. കണ്ണേട്ടൻ നിനക്ക് എന്തും ചെയ്യുമെന്ന് ഉറപ്പായി അല്ലേ ഗീതു? അപ്പോൾ ഗീതുവിന് ഭയങ്കര സന്തോഷം. ശരി ശരി, നീ ഇപ്പോഴേ പഴയ ഗീതുവേ അല്ലട്ടോ, നീ ഒരുപാട് മാറി. നീ ഒരു വലിയൊരു മാറ്റം നിൻ്റെ ജീവിതത്തിലും മനസ്സിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. നീ ഗോവിന്ദനെ പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതാ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് സംഭവിച്ച മാറ്റം. ഇനി എന്തിനാ ഒളിച്ചു കളി? നിൻ്റെ ഇഷ്ടം നീ കണ്ണേട്ടനെ ഒന്ന് അറിയട്ടെ എന്ന് പറഞ്ഞു. ദേ, അതിനാവശ്യം പറയരുത് കേട്ടോ, ഒറ്റ ഇടിക്ക് ഞാൻ പൊട്ടിച്ചു കളയും. ബെസ്റ്റ്. നീ ഇടിച്ചു പൊട്ടിക്കുന്നതേ നിന്നെ തന്നെയാണെന്ന് നീ അങ്ങ് ഓർത്തോ. നീ ഇടിച്ചു പൊട്ടിക്കുന്ന ഓരോ കഷ്ണങ്ങളിലും അതിൽ നിന്ന് തെരഞ്ഞ് നിൻ്റെ ഉള്ളിലെ ആ സ്നേഹത്തെക്കുറിച്ച് ഞാൻ വിളിച്ചു പറയും ഗീതു. എന്താ, നീ ഒരു കള്ളിയാണെന്ന് എല്ലാവരും അറിയിക്കണം. അതാ നല്ലത്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ, ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ടല്ലേ എൻ്റെ മുഖത്ത് നോക്കി നീ കളിയാക്കുന്നത്? ഇനി നീ എൻ്റെ മനസ്സിലിരിപ്പ് വായിക്കണ്ട, നീ പോകാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ ഗീതു. അപ്പോഴത്തേനും വീണ്ടും ഗീതുവിൻ്റെ മനസ്സിൽ അതൊക്കെ മായ്ച്ചു കളഞ്ഞു. അപ്പോൾ കണ്ണാടിയുടെ മുന്നിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധം അപ്പോഴാണ് പുള്ളിക്ക് വരുന്നത്. അപ്പം അത്രയും നേരം വേറൊരാളോട് സംസാരിക്കുന്ന പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എന്നിട്ട് ഗീതു ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് വന്നു. എന്നിട്ട് അല്ല, നമ്മുടെ രാധികാമ്മ പറയണത് പോലെ എനിക്ക് ശരിക്കും വട്ടായോ എന്നിങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് നേരെ അവിടെ കട്ടിലേക്ക് പോയി കിടന്നു. എന്നിട്ട് ഗോവിന്ദനെ സ്വപ്നം കണ്ട് ഇങ്ങനെ കിടക്കുകയാണ് ആശാൻ. ഭയങ്കര ഹാപ്പിയായി ആൾ കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് അപർണികേനെയാണ്. അപ്പോൾ അപർണിക കോടികളൊക്കെ നഷ്ടപ്പെട്ട് ഒരു പഴയ വീട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പം അപർണികയ്ക്കാണെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റണില്ല കേട്ടോ. വീശുന്നു, ഫാനിടുന്നു. എന്താണെങ്കിലും ചൂട് സഹിക്കാൻ പറ്റണില്ല കിച്ചു എന്ന് പറഞ്ഞു. എന്താണെങ്കിലും നമ്മുടെ ബെഡ്റൂമിലെങ്കിലും ഒരു AC ഫിറ്റ് ചെയ്തേ പറ്റൂ എന്ന് അപർണിക ഇങ്ങനെ കിച്ചുവിനോട് പറയുകയാണ്. അപ്പം അമ്മ വന്നപ്പം, അല്ല, സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഒരു AC ഒക്കെ വേണോ മോളെ? അതെ, ഈ പ്രതിസന്ധി ഉണ്ടാക്കിയത് ഞാനല്ല, അമ്മയുടെ മോനായിട്ട് വരുത്തി വെച്ചതാ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ മിണ്ടാൻ പറ്റില്ലല്ലോ. ഒന്നും മിണ്ടാതെ അവരങ്ങകത്തേക്ക് കയറിപ്പോയി കേട്ടോ. എന്ത് പറയാനാ, ഇതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം കിച്ചു ഇങ്ങനെ കലിപ്പിലിങ്ങനെ ഇരിക്കുകയാണ്, ആലോചിച്ച് ദേഷ്യത്തിൽ. എന്താ മുഖം വല്ലാണ്ടിരിക്കണത്? AGM ഉദ്ദേശിച്ച പോലെ ഒരു സ്വീകരണം കിട്ടിയില്ല അല്ലേ? മറ്റെന്ത് സഹിക്കാം, പക്ഷേ ഗീതാഞ്ജലിയുടെ ജാട എനിക്കത് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഗീതാഞ്ജലിക്ക് ജാടയാണെന്ന് കിച്ചുവിൻ്റെ തോന്നല. അവർക്ക് മുമ്പിൽ സ്വന്തം സ്ഥാപനം എന്നതുപോലെ മാനേഴ്സ് ഇല്ലാതെ പെരുമാറിയത് കൊണ്ടല്ലേ ഗീതാഞ്ജലിക്ക് ഇഷ്ടപ്പെടാതെ വന്നത്? അപ്പം ഈ സമയം ശ്രീജയും അമ്മയും ഒക്കെ ഇത് കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ അടുത്ത്. അതെ, അത് മാത്രമല്ല, കിച്ചുവിനോട് ഗീതുവിനോടുള്ള ഏതോ ഒരു അല്ലെങ്കിൽ ഒരു കണക്ക് ബാക്കി കിടപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. കിച്ചുവിനത് കിട്ടേണ്ടതുവാ. അപ്പം ഇവർ ഞെട്ടിപ്പോയി. ഇനി ഞങ്ങൾ തമ്മിലുള്ള ആ റിലേഷൻ ഇവൾ അറിഞ്ഞോ എന്ന് ഞെട്ടിപ്പോയി. കിച്ചു മറന്നാലും ബാംഗ്ലൂരിൽ വെച്ച് നിനക്ക് വേണ്ടിയിട്ടാ അവർ കാത്തിരുന്നത്. ഗീതാഞ്ജലിയുടെ മനസ്സിൽ ഇപ്പോഴും കാണും, അത് മറക്കില്ലല്ലോ. അത് കാണാൻ വരാതിരുന്നത് കിഷോറിൻ്റെ ജാട കൊണ്ടാണെന്ന് അവർ കരുതിയിരിക്കുന്നത്. അറിയോ കിച്ചുവിന് എന്ന് ചോദിച്ചു. അപ്പോഴൊരാശ്വാസം വന്നത്. അപ്പോൾ നിനക്കത് മനഃപൂർവ്വം അല്ലെന്നൊന്നും പറയില്ലായിരുന്നോ? പറയാതെ തന്നെ കിച്ചു അത്തരത്തിലുള്ള ഒരാളല്ലെന്ന് ഗീതാഞ്ജലിയെ മനസ്സിലാക്കി കൊടുക്കണം. അതിനാദ്യം ചെയ്യേണ്ടത് അവരാവശ്യപ്പെട്ട പ്രോജക്റ്റ് റിപ്പോർട്ട് പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി കൊടുക്കണം. ഗീതാഞ്ജലിയെ കൊണ്ട് ഗുഡ് എന്ന് പറയിപ്പിക്കണം. അവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ അതേ ഉള്ളൂ മാർഗം. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ നിന്നെ ഞാൻ സഹായിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ ചോദിച്ചാൽ മതി. നീ എന്നെ ഇപ്പോൾ വെറും സ്റ്റാഫായിട്ടാണ് കാണുന്നതല്ലേ? ആയിക്കോ, സാരമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആരുടെയും സഹായമില്ലാതെ ഗീതുവിന് ഒരു വാക്ക് പോലും തിരിച്ച് പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഞാൻ നാളെ തന്നെ കൊടുക്കും. അപ്പോൾ അവരുടെ ഒന്ന് ഞെട്ടി. എന്താ നീ പറഞ്ഞത്? ഗീതുവോ? ഏത് ഗീതു എന്ന് ചോദിച്ചു. അപ്പോഴാണ് മനസ്സിലായത് നാവ് പിഴച്ച കാര്യം. വേഗം തന്നെ, അല്ല ഗീതു അല്ല, ഗീതാഞ്ജലി. പിന്നെ എവിടുന്നാ പെട്ടെന്നൊരു ഗീത് കയറി വന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക കേട്ടോ. അല്ല, അത് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഗീതു എന്നാ. ഇതോ വെറും ഫ്രണ്ടോ? പഴയ വല്ല ക്രഷും ആണോ എന്ന് ചോദിച്ചു. അല്ല, ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്, അത്രയേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. എനിക്ക് ഒരു പെണ്ണിനോടേ ക്രഷ് തോന്നിയിട്ടുള്ളൂ, അത് നീയാ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാ നഷ്ടങ്ങളും സഹിച്ചിട്ട് നിന്നെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കി എല്ലാ ദുർഗുണങ്ങളും നിനക്ക് ആവശ്യത്തിനുണ്ടല്ലോ. പെണ്ണ് കേസോ പ്രേമോ ഇല്ലല്ലോ എന്നുള്ളതാണ് നിൻ്റെ ക്വാളിറ്റി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞാൽ
പിന്നെ എൻ്റെ മറ്റൊരു മുഖമായിരിക്കും കിഷോർ നീ കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊന്നും ഞെട്ടി കേട്ടോ. ഇനി എന്താ സംഭവിക്കാമെന്നറിയില്ല. അത് മാത്രമല്ല AGMലാണ് വർക്ക് ചെയ്യുന്നതും. ഇവർ രണ്ടുപേരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്ക് ഈ സംസാരം ഇനി അതിര് വിട്ടു പോയാൽ കിച്ചുവിൻ്റെ കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നിയതോടെ ഉടനെ അമ്മ പതുക്കെ അതിലേക്ക് കയറിയിട്ട്, അതെ സംസാരിച്ചത് മതി, നിങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു. അതെ, ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറാനായിട്ട് നിങ്ങളോട് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല. അപ്പോൾ മിണ്ടിയില്ല. മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം ആരെങ്കിലും ക്ഷണിച്ചോ? വിശക്കുമ്പോൾ വന്ന് ഞങ്ങൾ കഴിക്കും, മനസ്സിലായോ? ആരുടെ ക്ഷണം ആവശ്യമില്ല എന്നും കൂടെ പറഞ്ഞു. ഷോ, ഈ വീട് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ കിച്ചു, നമുക്കിവിടെ ഒരു പ്രൈവസി കിട്ടില്ലാന്ന്. ഞാൻ വീട് വേറെ നോക്കുന്നുണ്ട്, പെട്ടെന്ന് വേണം. പിന്നെ നീ കാരണമാണ് എല്ലാ സൗകര്യങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടു പോയതെന്ന് നീ തന്നെ ഓർക്കണം. എനിക്കറിയാം എത്രയും പെട്ടെന്ന് വീട് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു. മറ്റൊരു വീട് കണ്ടെത്തിയാലും സെർവന്റിനെ വെക്കാനൊന്നും പറ്റില്ല. അവർക്ക് കൊടുക്കാനുള്ള വരുമാനവും ഇല്ല, അത് നിനക്കറിയാലോ. അതുകൊണ്ട് ജോലികൾ ചെയ്യാനായിട്ട് ഇവരുള്ളത് കൊണ്ട് നമ്മുടെ സൗകര്യത്തിനൊരു വീട് കിട്ടുന്നത് വരെ നമുക്ക് തൽക്കാലം ഇവിടെ തന്നെ കഴിയാം. ഇടയ്ക്ക് ശല്യപ്പെടുത്താതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും വേണ്ടിയില്ല. അവർ നേരെ റൂമിലകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ശ്രീജയും ആ പുറകിന് തന്നെ ചെന്നു കേട്ടോ. അമ്മ എന്താ കാണിക്കുന്നത്? അവർണി ചേച്ചി എന്തെങ്കിലും എന്താ പറയുക വിളിച്ചു പറഞ്ഞു എന്ന് ഓർത്ത് അമ്മ എന്തിനാ വിഷമിക്കുന്നത് എന്ന് ചോദിച്ചോ. പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ് നമ്മുടെ ആകെ പാളിസായിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് നമ്മളെ ഭരിക്കാൻ വന്നാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കരുത്. അതിന് കിഷോർ കാണിച്ച അബദ്ധം കൊണ്ടല്ലേടി നമ്മൾ ഇതൊക്കെ സഹിച്ചു കൊടുക്കേണ്ടി വരുന്നത്. കിഷോറേട്ടൻ ചെയ്തതിന് അമ്മ സഹിച്ചോ, പക്ഷേ നമ്മൾ അവർണി ചേച്ചിയുടെ പണിക്കാരാണ് എന്നുള്ളൊരു ആ രീതി ഉണ്ടല്ലോ, അത് സമ്മതിച്ചു കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് കിഷോർ വന്നിട്ട്, അയ്യോ ഒന്ന് പതുക്കെ പറഞ്ഞു, അവർണി അത് അപ്പുറത്തെ നിന്നും കേട്ടാലുണ്ടല്ലോ അത് മതി പോകുമ്പോൾ ഉണ്ടാവാൻ. നീ എത്ര നാൾ അവളെ പേടിച്ച് ജീവിക്കൂടാ? തലയെടുത്ത് കഷത്തി വെച്ച് കൊടുത്തു പോയില്ലേ? പക്ഷേ നമ്മുടെ അവർണി ചേച്ചിയുടെ വേലക്കാരിയായിട്ട് കഴിയണമെന്നാണോ ഏട്ടൻ പറയണത്? കുറച്ച് ദിവസം മയത്തി നിൽക്കുക, എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കാം. ഏട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളെ അതിന് കിട്ടില്ല എന്ന് പറഞ്ഞു ശ്രീജ. അതെ, നിങ്ങളവളുടെ അടിമയായി പോവും എന്നല്ലേ നിങ്ങളുടെ വേവലാതി. പക്ഷെ ഞാനോ ഓൾറെഡി എന്താ പറയുക അവർണികയുടെയും ഗീതുവിൻ്റെയും അടിമയാണ്. വീട്ടിലെത്തിയാൽ അവർണികയുടെ വക എന്നെ തട്ടിക്കളെ ഉണ്ടാവും. ഓഫീസിലെത്തിയാൽ ഗീതുവിൻ്റെ പ്രതികാര നടപടികൾ പിന്നെ പറയുകയും വേണ്ടല്ലോ. അതിനിടയിൽ ഞാൻ അനുഭവിക്കുന്ന ആ ഗതികേടുണ്ടല്ലോ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അതിനത് ഏട്ടനായിട്ട് വരുത്തി വെച്ചതല്ലേ. ഇതിൽ നിന്ന് എന്ന് മോചനം കിട്ടും? ഇതേ എപ്പോഴും ഒരാൾക്ക് കഷ്ടകാലം ആയിരിക്കില്ല. ഈ അവസ്ഥയൊക്കെ മാറും. എങ്ങനെ? ഏട്ടൻ കാരണം നഷ്ടപ്പെടുത്തേണ്ടി വന്ന 250 കോടി രൂപയുടെ കാര്യമാണ് എപ്പോഴും അവർണി ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കണത്. ഈ കടം വീട്ടാതെ ഏട്ടനൊരു മോചനം ഉണ്ടാവില്ല. ഒന്ന് ഓർത്ത് നോക്ക്. 1 കോടി എന്ന് പറഞ്ഞാൽ തന്നെ 100 ലക്ഷം രൂപയാണ്. അപ്പോൾ 250 കോടി എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷമാണ്? നീ നിൻ്റെ 10 ജന്മം നോക്കിയാലും ഈ കാശ് നടക്കില്ല. ഏട്ടൻ്റെ അവസ്ഥയോ ഇങ്ങനെയായി. ഞങ്ങളെ കൂടി ഇതിലേക്ക് വലിച്ചഴിക്കില്ല. ദൈവത്തെ ഓർത്ത് ഏട്ടൻ്റെ പണിക്ക് പോയിക്കോ. ഞങ്ങൾ ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്തിട്ടാണെങ്കിലും ഞങ്ങൾ ജീവിച്ചോളാം എന്ന് ശ്രീജ ഇങ്ങനെ പറയുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് വിജയലക്ഷ്മി മാഡത്തിനെയാണ്. അപ്പോൾ അതേൻ്റെ ചെമ്പകശ്ശേരി തറവാട്ടിലേക്ക് യാത്ര തുടർന്നിരിക്കുകയാണ്. അപ്പോൾ നേരെ പോകുന്ന വഴിക്ക് നമ്മുടെ ഗീതുവിനെ വിളിച്ചു. നീ എവിടെയാ എന്ന് ചോദിച്ചു. ഞാൻ വീട്ടിൽ. എന്താ മാം? അല്ലാതെ ഇപ്പോൾ എവിടെ പോവാനാ? ഞാൻ പറഞ്ഞ കാര്യം നീ മറന്നു പോയോ? ഓ മനസ്സിലായി. അല്ല മാം ഇന്ന് എവിടെയോ പോകുന്നു, ഞാനും ഒപ്പം വരണം എന്നല്ലേ മാം പറഞ്ഞാൽ മതി. അല്ല മാം ലൊക്കേഷൻ അയക്കാനും കാത്ത് ഞാൻ റെഡി ആയിട്ട് നിൽക്കുക. ഞാനേ ഉടനെ തന്നെ ആ സ്ഥലത്തെത്തും. അതിനുശേഷം നിനക്ക് അപ്പം തന്നെ ലൊക്കേഷൻ അയച്ചു തരാം കേട്ടോ. ഓക്കെ മാം എന്ന് പറഞ്ഞു. അപ്പോൾ ഗീതു സുന്ദരിയായി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ കാണുന്നത് സാന്ദ്രേനെയാണ്. സാന്ദ്ര. യെസ് മാം എന്ന് പറഞ്ഞു കേട്ടോ. മറ്റൊന്നുമല്ല സാന്ദ്ര, ഗീതു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഗീതാഞ്ജലി. അപ്പോൾ AGMൻ്റെ വൈസ് ചെയർമാനാണ് അവൾ. അപ്പോൾ അവൾ വരുമ്പം ആ കുട്ടി നമ്മളെ കാണാനായിട്ട് ഇന്ന് അവിടെ വരുന്നുണ്ട്. ഞാൻ തനിക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. പിന്നെ അവൾക്ക് ഈ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ട് ചില കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഉണ്ട്. സാന്ദ്ര അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. യെസ് മാം എന്ന് പറഞ്ഞു. അപ്പോൾ അതേണ്ട നേരെ അവർ ചെമ്പകശ്ശേരി തറവാടിൻ്റെ പടി ഇറങ്ങി എത്തിയിരിക്കുകയാണ്. എന്താ പറയുക, പഴയ കാലങ്ങളും ഭൂതകാലങ്ങളും ഒക്കെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി വിശേഷം തന്നെയാണ് ഇന്നത്തേത്. അപ്പോൾ ഇതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.